Dear students, this is our next topic, past adjustments. Basic concept എന്ന് പറയുന്ന സെക്കൻഡ് ചാപ്റ്ററിൻ്റെ അവസാനത്തെ ടോപ്പിക്കാണ് പാസ്റ്റ് അഡ്ജസ്റ്റ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. കുറച്ച് നന്നായി ശ്രദ്ധിച്ച് ചെയ്യേണ്ടതാണ്. ക്വസ്റ്റ്യൻസ് എപ്പോഴും ചോദിക്കുന്ന ഒരു ഏരിയ കൂടിയാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ എക്സ്പ്ലനേഷനിലേക്ക് ഒന്ന് പോകാം. Sometimes a few omissions or errors in the recording of transactions or the preparation of summary statements are found after the final account have been prepared and the profit distributed among the partners. ചില സമയങ്ങളിൽ ചില തരത്തിലുള്ള ഒമിഷൻസ്, നമ്മളിത് ഈ വാക്കൊക്കെ കേട്ടിട്ടുണ്ടാവും, എറർ, ഒമിഷൻസ് എന്നുള്ള വാക്കൊക്കെ അല്ലേ. റെക്ടിഫിക്കേഷൻ ഓഫ് എറേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ചാപ്റ്റർ നമ്മൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ചിട്ടുണ്ട്. ഇവിടെ അതേ പറയണ ഒമിഷൻസ്, ചില കാര്യങ്ങളൊക്കെ നമ്മൾ വിട്ടുപോകാം, എത്ര ശ്രദ്ധിച്ച് എഴുതിയാലും ചില കാര്യങ്ങളൊക്കെ റെക്കോർഡ് ചെയ്യാൻ നമ്മൾ വിട്ടുപോയി എന്ന് വരാം. അതുപോലെ തെറ്റുകൾ പറ്റിയിട്ടുണ്ടാവും. ഇത് നമ്മുടെ ശ്രദ്ധയിൽപ്പെടുന്നത് ചിലപ്പോൾ എന്തിനു ശേഷമായിരിക്കും, ഫൈനൽ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുന്നതിന് ശേഷമായിരിക്കും. അതിന് മുൻപേ ആണ് എങ്കിൽ നമുക്ക് അപ്പം തന്നെ അതിൽ മാറ്റങ്ങൾ വരുത്തി അതങ്ങോട്ട് ആഡ് ചെയ്ത്, അല്ലെങ്കിൽ എന്താണ് തെറ്റെന്ന് വെച്ചാൽ ആ തെറ്റങ്ങോട്ട് തിരുത്തി കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു. ഇപ്പോൾ ഫൈനൽ അക്കൗണ്ട് ഒക്കെ പ്രിപ്പയർ ചെയ്ത് പ്രോഫിറ്റ് ഒക്കെ കണ്ടുപിടിച്ച് ആ പ്രോഫിറ്റ് പാർട്ട്നേഴ്സിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് അതിനുശേഷം ചിലപ്പോൾ ഇത്തരത്തിലുള്ള ഒമിഷൻസും എറേഴ്സും ഒക്കെ നമ്മുടെ കണ്ണിൽ പെടാറുണ്ട്. The omissions may be in respect of interest on capitals, interest on drawings, interest on partner's loan, partner's salary, partner's commission or outstanding expenses. ഈ പറഞ്ഞ ഏത് ഐറ്റത്തിലും നമുക്ക് എന്ത് വരാം, ഒമിഷൻസ്, വിട്ടുപോകലുകൾ വരാറുണ്ട്. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ വിട്ടുപോകാം, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് വിട്ടുപോകാം, പാർട്ട്നേഴ്സിൻ്റെ ലോണിൻ്റെ ഇൻട്രസ്റ്റ് വിട്ടുപോകാം, പാർട്ട്നേഴ്സ് കൊടുക്കാനുള്ള സാലറി, കമ്മീഷൻ ഇതൊക്കെ വിട്ടുപോകാം, ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ് വിട്ടുപോകാം. ഇതൊക്കെ നോർമലായിട്ട് നമുക്ക് സംഭവിക്കുന്ന കാര്യങ്ങളാണ്. ദിസ് എറേഴ്സ് ക്യാൻ ബി റെക്ടിഫൈഡ് ഇൻ എനി ഓഫ് ദി ഫോളോയിങ് വേ. താഴെ പറയുന്ന രണ്ട് രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ എറേഴ്സ് റെക്ടിഫൈ ചെയ്യാനായിട്ട് പറ്റും. അതിൽ ഒന്നാമത്തെയാണ് പറയുന്നത് എന്ത്, അഡ്ജസ്റ്റ്മെന്റ്സ് ക്യാൻ ബി മെയ്ഡ് ത്രൂ പ്രോഫിറ്റ് ആൻഡ് ലോസ് അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ട്. അതായത് നമ്മളിപ്പോൾ ഫൈനൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞു, ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞു അല്ലേ, പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു. എന്നിട്ടാണ് ഇത് കണ്ണിൽ പെടുന്നത്. അപ്പോൾ അത് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു പുതിയ അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യും. ആ അക്കൗണ്ടിൻ്റെ പേരാണ് എന്ത്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ട്. അത് തുറന്ന് ആ അക്കൗണ്ടിൽ കൂടി നമുക്ക് എന്ത് ചെയ്യാം, ഈ റെക്ടിഫിക്കേഷൻ അഡ്ജസ്റ്റ്മെന്റ്സ് എല്ലാം നടത്താം. നമ്മൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ചപ്പോൾ പറഞ്ഞു, അങ്ങനെയുള്ള അഡ്ജസ്റ്റ്മെന്റ്സ് നടത്താൻ വേണ്ടിയിട്ട് നമ്മൾ ഏത് അക്കൗണ്ടിനെ ഡിപ്പെൻഡ് ചെയ്യും, സസ്പെൻസ് അക്കൗണ്ട് അല്ലേ, പഠിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരു പേര്. അതുപോലെ ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു അക്കൗണ്ട് ആണ് എന്ത്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ട്. പ്രോഫിറ്റും ലോസും അതിൽ വന്നിട്ടുള്ള മാറ്റങ്ങളെ, ഇനി വന്നിട്ടുള്ള മാറ്റങ്ങളെ അഡ്ജസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ തുടങ്ങുന്ന അക്കൗണ്ടാണിത്. അത് തുറന്നിട്ട് നമുക്ക് വേണമെങ്കിൽ എറേഴ്സ് റെക്ടിഫൈ ചെയ്യാം. അല്ലെങ്കിൽ എങ്ങനെ റെക്ടിഫൈ ചെയ്യാം, അഡ്ജസ്റ്റ്മെന്റ്സ് ഡയറക്ട്ലി ഇൻ ദി ക്യാപിറ്റൽ അക്കൗണ്ട്സ് ഓഫ് ദി കൺസേൺഡ് പാർട്ട്നേഴ്സ്. നമുക്ക് എങ്ങനെ ചെയ്യാം, ഇതിപ്പോൾ പാർട്ട്നേഴ്സിനാണല്ലോ എന്തായാലും അൾട്ടിമേറ്റ് ആയിട്ട് ചെന്ന് ചേരുന്നത്. പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ നമുക്ക് നേരിട്ട് എന്ത് ചെയ്യാം, അഡ്ജസ്റ്റ് ചെയ്ത് അവർക്ക് അതങ്ങോട്ട് എന്താണ് മാറ്റം വന്നിരിക്കുന്നത് ആ മാറ്റത്തിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ രണ്ട് തരത്തിൽ നമുക്ക് ഇങ്ങനെയുള്ള എറേഴ്സ് റെക്ടിഫൈ ചെയ്യാം. ഒന്ന് പ്രോഫിറ്റ് ആൻഡ് ലോസ് അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ട്, അല്ലെങ്കിൽ എങ്ങനെയാണ് പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ഡയറക്റ്റ് അഡ്ജസ്റ്റ്മെന്റ് നടത്തിയിട്ട് ഇത് നമുക്ക് എന്ത് ചെയ്യാം, ഇത്തരത്തിലുള്ള എറേഴ്സ് റെക്ടിഫൈ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് നോക്കാം ഒരു ഇല്ലസ്ട്രേഷൻ. റമീസ് ആൻഡ് സഹീർ ആർ ഈക്വൽ പാർട്ട്നേഴ്സ്. Their capitals as on April 1st, 2015 were rupees 50,000 and rupees 1 lakh respectively. റമീസും സഹീറുമാണ് ഇവിടെ രണ്ട് പാർട്ട്നേഴ്സ്. അവരുടെ ക്യാപിറ്റൽ ഫസ്റ്റ് ഏപ്രിൽ 2015, അപ്പോൾ ഏപ്രിൽ ടു മാർച്ച് ആണ് എന്ത് പറയുന്നത്, ആ ഒരു ഫിനാൻഷ്യൽ ഇയർ എന്ന് പറയുന്നത്. അവരുടെ ഫസ്റ്റ് ഏപ്രിൽ 2015 ക്യാപിറ്റൽ എത്രയാണ്, റമീസിൻ്റേത് 50,000ഉം സഹീറിൻ്റേത് 1 lakhുമാണ്. After the accounts for the financial year ending March 31st, 2016 have been prepared, അതായത് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് മാർച്ച് 31st പ്രിപ്പയർ ചെയ്യുക. നെക്സ്റ്റ് മാർച്ച് 31st, അതായത് 2016 മാർച്ച് 31st പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞ ശേഷം ഇറ്റ് ഈസ് ഡിസ്കവേർഡ് ദാറ്റ് interest at the rate of 6% per annum as provided in the partnership deed has not been credited to partners capital account before distribution of profit. പ്രോഫിറ്റ് കൊടുക്കുന്നതിന് മുൻപായിട്ട് നമ്മൾ എന്ത് കൊടുക്കേണ്ടിയിരുന്നു, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. അവരുടെ ഡീഡിലുണ്ട് 6% ഇൻട്രസ്റ്റ് കൊടുക്കണം എന്നുള്ളത്.
ആ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ നമ്മൾ കൊടുത്തിട്ടില്ല. പ്രോഫിറ്റ് എല്ലാം ഡിസ്ട്രിബ്യൂഷൻ നടക്കുകയും ചെയ്തു. പക്ഷെ നമ്മൾ എന്ത് ചെയ്തില്ല, 6% ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കൊടുക്കുകയും ചെയ്തിട്ടില്ല. അപ്പോൾ അവിടെ ഒരു ഒമിഷൻ ആണ് അല്ലേ, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ നമ്മൾ റെക്കോർഡ് ചെയ്യാൻ വിട്ടുപോയി എന്നുള്ളത്. നമുക്കറിയാം ഇത് രണ്ട് രീതിയിൽ ചെയ്യാം. രണ്ട് എറേഴ്സ് ആണ് ഇവിടെ വന്നിട്ടുള്ളത്. എന്തൊക്കെയാണത്? ഇൻ ദിസ് കേസ് ദ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ നോട്ട് ക്രെഡിറ്റഡ് ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. ആദ്യത്തെ മിസ്റ്റേക്ക് എന്താണ്? ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്തിട്ടില്ല. അപ്പോൾ അത് എത്രയാണ് വരുന്നത് നോക്കി നോക്കിയേ. റമീസിൻ്റെത് 50,000 ആണ് അല്ലേ. 50,000 ക്യാപിറ്റലിന്റെ 6/100 ഓപ്പണിംഗ് ക്യാപിറ്റലിലാണ് കാണുക. ഇത് ഓപ്പണിംഗിന്റെ ക്യാപിറ്റലാണ് തന്നിരിക്കുന്നത്. 50,000 × 6/100 എത്ര വരിക? 3,000 ആണ് റമീസിന്റെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഇനി സഹീറിന്റെ എത്രയാണ്? 1 lakh × 6/100 എന്ന് പറഞ്ഞാൽ എത്ര കിട്ടുക? 6,000. 3,000 രൂപയാണ് റമീസിന് കിട്ടേണ്ട ഇൻട്രസ്റ്റ്, 6,000 രൂപയാണ് സഹീറിന് കിട്ടേണ്ട ഇൻട്രസ്റ്റ്. ഇത് രണ്ടും നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, റെക്കോർഡ് ചെയ്തിട്ടില്ല. അതാണ് ഒന്നാമത്തെ എറർ എന്ന് പറയുന്നത്. ഇനി നമുക്ക് നോക്കാം രണ്ടാമത്തെ എറർ എന്താണ്? ബൈ ദിസ് ഒമിഷൻ ദി ഹോൾ എമൗണ്ട് ഓഫ് പ്രോഫിറ്റ് ആസ് പെർ ദി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് വിത്തൗട്ട് കൺസിഡറിംഗ് ദി ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഓഫ് ₹9,000. എവിടെ നിന്നാണ് ഈ എമൗണ്ട് വന്നിട്ടുള്ളത്? 6,000 + 3,000 ആണ് കേട്ടോ. ഹാസ് ബീൻ ഡിസ്ട്രിബ്യൂട്ടഡ് എമംഗ് ദി പാർട്ട്നേഴ്സ്. എന്താ പറഞ്ഞത്? അതായത് ഈ ഒമിഷൻ നമ്മൾ കണക്കാക്കാത്തത് കൊണ്ട് ശരിക്കും ഈ എമൗണ്ടും കൂടി കുറച്ചിട്ട് ബാക്കി എമൗണ്ട് ആണ് എന്ത് ചെയ്യേണ്ടത്? പാർട്ട്നേഴ്സിന് ഡിവൈഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ഇപ്പോൾ ഒരു ഓർഗനൈസേഷനിൽ 50,000 രൂപ പ്രോഫിറ്റ് ഉണ്ട് എങ്കിൽ ആ പ്രോഫിറ്റിൽ നിന്ന് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കുറയ്ക്കണം, സാലറി കുറയ്ക്കണം, കമ്മീഷൻ കുറയ്ക്കണം അല്ലേ, പ്രോഫിറ്റിന്റെ ഷെയർ കുറയ്ക്കണം, ഇത് ഒക്കെ ചെയ്യണം. അതേപോലെ അതിൻ്റെ കൂടെ എന്തൊക്കെ കൂട്ടണം നമ്മൾ? ഡ്രോയിങ്സ്, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ആഡ് ചെയ്യണം. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ആ ഫൈനൽ ആയിട്ടുള്ള പ്രോഫിറ്റ് എത്രയാണ് എന്ന് കണ്ടുപിടിക്കുന്നത്. എന്നാൽ നമ്മൾ എന്തിവിടെ ചെയ്തില്ല? ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കുറച്ചിട്ടില്ല. ഈ കുറയ്ക്കാതെ ഉള്ള എമൗണ്ട് ആണ് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്. അതായത് കൂടുതൽ എന്ത് ചെയ്തിട്ടുണ്ട്? പ്രോഫിറ്റ് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പം നമുക്കിവിടെ പ്രോഫിറ്റ് എമൗണ്ട് ഒന്നും തരാത്തത് കൊണ്ട് എത്ര രൂപ വെച്ച് കൂടുതൽ ഉണ്ടാവും? ഇവരെന്ത് പാർട്ട്നേഴ്സ് ആണ്? ഈക്വൽ പാർട്ട്നേഴ്സ് ആണ് അല്ലേ. 1:1 അവർ ഡിവൈഡ് ചെയ്തിട്ടുണ്ടാവുക അവരുടെ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ റമീസിൻ്റെയിലും സഹീറിൻ്റെയിലും എത്ര രൂപ വെച്ച് കൂടുതലുണ്ടാവും? 4,500 രൂപ വെച്ച് കൂടുതലായിട്ടുണ്ടാവും. മനസ്സിലായോ? ശരിക്കും ആ 4,500 രൂപ അവർക്ക് രണ്ടാൾക്കും കിട്ടേണ്ടതല്ല. റമീസിന് കിട്ടേണ്ടത് ആകെ എത്ര രൂപയാണ്? 3,000 രൂപയാണ് കൂടുതൽ കിട്ടേണ്ടത്. സഹീറിനാണെങ്കിൽ 6,000 കിട്ടണം. അപ്പോൾ റമീസിന് കൂടുതൽ കിട്ടിയിട്ട് സഹീറിന് കുറവാണ് കിട്ടിയിട്ടുള്ളത്. മനസ്സിലായോ? ഇപ്പോഴത്തെ ഒരവസ്ഥ അങ്ങനെയാണ്. അപ്പോൾ അവിടെ ഒമിഷൻ ഒന്നാണ് നടന്നതെങ്കിലും നമ്മളവിടെ എറേഴ്സ് എത്ര എണ്ണം ഉണ്ടായിട്ടുണ്ട്? 2 എറർ ഉണ്ടായിട്ടുണ്ട്. ഒന്ന് ഒമിഷൻ്റെ എററും രണ്ടാമത്തത് ആ ഒമിഷൻ നമ്മൾ കൺസിഡർ ചെയ്യാത്തത് കൊണ്ട്, അല്ലെങ്കിൽ ആ ഐറ്റം നമ്മൾ കൺസിഡർ ചെയ്യാത്തത് കൊണ്ട് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള പ്രോഫിറ്റും എന്താണ്? തെറ്റാണ്. ഓക്കെ, മനസ്സിലായോ? അപ്പം നമുക്കത് എന്ത് ചെയ്യാം? ആദ്യത്തെ മെത്തേഡിൽ എങ്ങനെയാണ് റെക്ടിഫൈ ചെയ്യുക എന്നുള്ളത് നോക്കാം. ഒന്നാമത്തെ മെത്തേഡ് എന്താണ്? അഡ്ജസ്റ്റ്മെന്റ്സ് ക്യാൻ ബി മെയ്ഡ് ത്രൂ പ്രോഫിറ്റ് ആൻഡ് ലോസ് അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ട്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് നമുക്കത് അഡ്ജസ്റ്റ് ചെയ്യാം. ജേർണൽ എൻട്രീസ് ആണ് നമ്മൾ അതിന് വേണ്ടി ഉപയോഗിക്കുന്നത് കേട്ടോ. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അഡ്ജസ്റ്റ് ചെയ്യേണ്ടത് എത്ര രൂപയാണ്? 3,000 രൂപ റമീസിനും 6,000 രൂപ സഹീറിനുമാണ്. അത് നമുക്കിവിടെ അഡ്ജസ്റ്റ് ചെയ്യാം. എന്താണ് ജേർണൽ എൻട്രി വരുന്നത്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ട് ഡെപ്റ്റർ ടു റമീസ് ക്യാപിറ്റൽ അക്കൗണ്ട് ടു സഹീർസ് ക്യാപിറ്റൽ അക്കൗണ്ട്. ഓക്കെ, റമീസിൻ്റെയും സഹീറിൻ്റെയും ക്യാപിറ്റൽ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യുകയും അതേപോലെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ടിൽ നമ്മൾ എന്ത് ചെയ്യുകയാണ് ചെയ്യുന്നത്? ഡെബിറ്റ് ചെയ്യുകയുമാണ് ചെയ്യുന്നത്. ഇവിടെ റമീസിൻ്റെയും സഹീറിൻ്റെയും ക്യാപിറ്റൽ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യേണ്ട ഐറ്റമായിരുന്നു. ക്രെഡിറ്റ് സൈഡിലല്ലേ സാധാരണ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, സാലറി, കമ്മീഷനൊക്കെ നമ്മൾ എഴുതുന്നത്. ക്രെഡിറ്റ് സൈഡിൽ എഴുതേണ്ട എമൗണ്ട് ആയിരുന്നു ഇത് അവിടെ എഴുതണം. പക്ഷെ നമുക്ക് എന്തില്ല? ഒരു ഡെബിറ്റ് ഇല്ല. അപ്പം നമ്മൾ മറ്റേ എററൊക്കെ റെക്ടിഫൈ ചെയ്യുമ്പോൾ നമ്മൾ എന്താ ചെയ്തിരുന്നത്? സസ്പെൻസ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്തിരുന്നു അല്ലേ. ഇവിടെ അതിന് പകരം എന്ത് കൊടുക്കുകയാണ്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. മനസ്സിലായോ? ഇങ്ങനെയാണ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ നമ്മൾ എന്ത് ചെയ്യുന്നത്? അഡ്ജസ്റ്റ് ചെയ്യുന്നത്. എന്താ എൻട്രി ചെയ്ത്? ആക്ച്വലി റെക്കോർഡ് ചെയ്യേണ്ട സൈഡിൽ തന്നെ ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ റെക്കോർഡ് ചെയ്യണ എൻട്രി പാസ് ചെയ്തു. പക്ഷേ ഓപ്പോസിറ്റ് എൻട്രി ആയിട്ട് ആരുടെ പേരാണ് കൊടുത്തത്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ടിൻ്റെ പേരാണ് കൊടുത്തത്. എൻട്രി ഇങ്ങനെ വന്നു: പ്രോഫിറ്റ് ആൻഡ് ലോസ് അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ട് ഡെപ്റ്റർ 9,000 ടു റമീസ് ക്യാപിറ്റൽ അക്കൗണ്ട് 3,000 ടു സഹീർസ് ക്യാപിറ്റൽ അക്കൗണ്ട് 6,000. ഓക്കെ അല്ലേ ഇത്?
ദെൻ ഇനി അടുത്തത് എന്താണ്, നമുക്ക് ഒരു കാര്യം കൂടി പറ്റിയിട്ടുണ്ട്. എന്താണ്, പ്രോഫിറ്റ് കൊടുത്തത് മിസ്റ്റേക്കിലാണ് അല്ലേ. 4500 രൂപ വെച്ച് അധികമാണ് കൊടുത്തിട്ടുള്ളത്. അത് മിസ്റ്റേക്ക് അല്ലേ. 4500 രൂപ കുറച്ചാണ് കൊടുക്കാൻ പാടുള്ളൂമായിരുന്നു. അപ്പോൾ അവിടെ എന്താണ് ശരിക്കും അത് ലോസ് ആയിട്ടാണ് കണക്കാക്കുന്നത്. നമ്മൾ ചെയ്തതിൽ ഇപ്പം നഷ്ടമാണ് നമുക്ക് പറ്റിയത്. 4500 രൂപ വെച്ച് അധികം ആരുടെയൊക്കെ അക്കൗണ്ടിലേക്ക് കയറി, റമീസിന്റെ അക്കൗണ്ടിലേക്കും സഹീറിന്റെ അക്കൗണ്ടിലേക്കും കയറി കഴിഞ്ഞു. അപ്പം നമുക്കത് തിരിച്ച് പിടിക്കണ്ടേ. അപ്പം അതിന് വേണ്ടിയിട്ട് എങ്ങനെയാണ് 4500 കിട്ടിയെന്ന് നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പം എന്താണ് ജേർണൽ എൻട്രി വരുന്നത്? റമീസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെപ്റ്റർ, സഹീർസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെപ്റ്റർ ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ട്. മനസ്സിലായോ എൻട്രി എങ്ങനെയാണ് എഴുതിയതെന്ന്? ഇവിടെ നമ്മൾ കുറവാണ് റെക്കോർഡ് ചെയ്തിട്ടുള്ളത്, അതുകൊണ്ട് അതെന്ത് ചെയ്തു, ക്രെഡിറ്റ് ചെയ്തുകൊണ്ട് ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് റെക്കോർഡ് ചെയ്യുന്നു. അത് നമ്മൾ കാണിച്ചു. ഇവിടെ നമ്മൾ എന്താണ്, കൂടുതലാണ് പ്രോഫിറ്റ് നമ്മൾ കൊടുത്തു പോയിട്ടുള്ളത്. അത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു, റമീസിൻ്റെയും സഹീറിൻ്റെയും ക്യാപിറ്റൽ അക്കൗണ്ടുകൾ ഡെബിറ്റ് ചെയ്തു. എന്നിട്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് കൊടുത്തു. ഇങ്ങനെയാണ് ഒരു മെത്തേഡ് ഓഫ് അഡ്ജസ്റ്റ്മെന്റ്സ് നമ്മൾ ചെയ്യുന്നത്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ട് വഴിയുള്ള അഡ്ജസ്റ്റ്മെന്റ്. പക്ഷേ ഇതിനേക്കാൾ പ്രധാനപ്പെട്ട ഒരു മെത്തേഡാണ് രണ്ടാമത്തേത്. അതാണ് കൂടുതലായിട്ട് നമ്മൾ ചെയ്യുന്നതും കാണുന്നതും ഒക്കെ. അതെങ്ങനെയാണ്? അഡ്ജസ്റ്റ്മെന്റ്സ് ക്യാൻ ബി മെയ്ഡ് ഡയറക്ട്ലി ഇൻ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. അപ്പൊ മറ്റേതിൽ നമ്മൾ പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ഒരു അക്കൗണ്ട് പുതിയതായിട്ട് ഓപ്പൺ ചെയ്യുകയോ ഒന്നും ചെയ്യുന്നില്ല. മറിച്ച് നമ്മൾ എന്താണ് ചെയ്യുന്നത്, ആ ഐറ്റത്തിനെ ജസ്റ്റ് ഒരു അഡ്ജസ്റ്റ് ചെയ്യുന്നു. പുതിയൊരു അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് എന്താണ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ട് എന്ന് പറയുന്നത്. അവിടെ നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ട് തുറക്കുന്നില്ല, അതുപോലെ എന്താണ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് തുറക്കുന്നില്ല, പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് തുറക്കുന്നില്ല, ചെയ്ത് കഴിഞ്ഞാലും ക്ലോസ് ചെയ്ത് കഴിഞ്ഞ അക്കൗണ്ട്സ് ഒന്നും തുറക്കുന്നില്ല. പകരം അഡ്ജസ്റ്റ്മെന്റുകൾ എന്ത് വഴി ചെയ്യുന്നു, പുതിയൊരു അക്കൗണ്ട് തുടങ്ങിയിട്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ട് എന്ന് പറയുന്ന ഒരു അക്കൗണ്ട് തുടങ്ങിയിട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. മനസ്സിലായില്ലേ? അപ്പൊ ഇനി ഇവിടെ നമുക്ക് നോക്കാം, അഡ്ജസ്റ്റ്മെന്റ്സ് നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത്, ഡയറക്ട്ലി ഇൻടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. എങ്ങനെയാണ് ഡയറക്റ്റ് ആയിട്ട് പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ഈ അഡ്ജസ്റ്റ്മെന്റ്സ് ചെയ്യുന്നത് എന്നുള്ളത്. For direct adjustments in partners' capital account, first a statement to ascertain the net effect of omission on partners' capital account will be worked out as follows, and then the adjustments entries can be recorded. എന്താ ചെയ്യുന്നത്, നമ്മൾ ഇതിനു വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഒരു സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യും. ഓരോ എററിന്റെയും നെറ്റ് ഇഫക്റ്റ് എന്താണ് എന്ന് കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ട്. എന്നിട്ട് എന്ത് ചെയ്യുന്നു, അതിനനുസരിച്ച് ഒരു അഡ്ജസ്റ്റ്മെന്റ് ജേർണൽ എൻട്രി പാസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, അത് അവസാനിപ്പിക്കുകയാണ് അല്ലെങ്കിൽ റെക്കോർഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ പറഞ്ഞത് എന്താണ്, ഒരു സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യണം, ദെൻ എന്നിട്ട് അഡ്ജസ്റ്റ്മെന്റ് എൻട്രി പാസ് ചെയ്യണം എന്നുള്ളത്. അത് അവിടെ പറഞ്ഞപ്പോൾ കുറച്ച് വാക്കുകൾ നമ്മൾ അവിടെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണിത്, നെറ്റ് ഇഫക്റ്റ് എന്ന് പറഞ്ഞിട്ട്. എന്താണ് ഈ നെറ്റ് ഇഫക്റ്റ്? നമ്മൾ ഒരാൾക്ക് ഒരു 50 രൂപ കൊടുക്കാനുണ്ട് എന്ന് കരുതാം. അയാൾക്ക് നമ്മൾ ശരിക്കും 50 രൂപയാണ് കൊടുക്കേണ്ടത്. അതിന് പകരം വേറൊരു കടം അല്ലെങ്കിൽ വേറൊരു രീതിയിൽ നമ്മൾ അയാൾക്ക് എത്ര രൂപ കൊടുത്തു, 30 രൂപ കൊടുത്തു പോയി. അപ്പൊ ഇനി ബാക്കി അയാൾക്ക് എത്ര രൂപ കൊടുക്കാനുണ്ട്, 20 രൂപയാണ് കൊടുക്കാനുള്ളത് അല്ലെ. അപ്പൊ നമ്മൾ ഇനി ആ ആൾക്ക് ബാക്കി ഇനി എത്ര രൂപയാണ് നമ്മുടെ കടത്തിലേക്ക് കൊടുക്കുക, 20 രൂപയാണ് കൊടുക്കുക. സപ്പോസ് നമ്മൾ അയാളിൽ നിന്ന് കടം വാങ്ങിച്ച എമൗണ്ട് അങ്ങനെ ഒരു 50 രൂപയാണ്. അത് അയാൾക്ക് തിരിച്ചു കൊടുക്കേണ്ടതാണ് നിർബന്ധമായിട്ടും. അതങ്ങനെ നിൽക്കുമ്പോഴാണ് നമ്മുടെ കയ്യിൽ കുറച്ച് പൈസ വന്നപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് അയാൾക്കായിട്ട് ഒരു 30 രൂപ കൊടുത്തത്. അപ്പൊ ഇനി ബാക്കി എത്ര രൂപ കൊടുക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം എത്ര രൂപയാണ്, 20 രൂപയാണ് കൊടുക്കേണ്ടതുള്ളൂ. അപ്പൊ നമുക്കിവിടെ അഡ്ജസ്റ്റ്മെന്റ്സ് 50 രൂപയ്ക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ല അല്ലെ. നമുക്ക് എത്ര രൂപയ്ക്ക് മാത്രം ചെയ്താൽ മതി, 20 രൂപയ്ക്കുള്ള അഡ്ജസ്റ്റ്മെന്റ് മാത്രം ചെയ്താൽ മതി. ഇവിടെ അത് തന്നെയാണ് ചെയ്യുന്നത്. നമ്മൾ ഒരു സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്തിട്ട് അയാൾക്ക് കൊടുക്കേണ്ട എമൗണ്ട് എത്രയാണെന്ന് നോക്കും, ഇതുവരെ കൊടുത്ത എമൗണ്ട് എത്രയാണെന്ന് നോക്കും. എന്നിട്ട് എന്ത് ചെയ്യുന്നു, ഈ കൊടുത്ത എമൗണ്ടിൽ നിന്ന് അല്ലെങ്കിൽ കൊടുക്കേണ്ട എമൗണ്ടിൽ നിന്ന് കൊടുത്ത എമൗണ്ട് മൈനസ് ചെയ്യുന്നു. മൈനസ് ചെയ്യുമ്പോൾ എത്രയാണ് ഇനി ബാക്കി കൊടുക്കാനുള്ളത് എന്ന് നമുക്ക് കിട്ടും. ആ ബാക്കി കൊടുക്കാനുള്ളത് മാത്രം നമ്മൾ ഒരു അഡ്ജസ്റ്റ്മെന്റ് എൻട്രി വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് അയാൾക്ക് അങ്ങോട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. മനസ്സിലായോ? അത് തന്നെയാണ് ഇവിടെ നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ. നമുക്ക് നോക്കാം. ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. സ്റ്റേറ്റ്മെന്റ് നമുക്കറിയാം എപ്പോഴും ഒരു എമൗണ്ട് കോളും ഒരു പർട്ടിക്കുലർ കോളും ആണ് ഉണ്ടാവുക. ഇവിടെ എമൗണ്ട് കോളം 2 വന്നത് 2 പാർട്ട്നേഴ്സ് ഉള്ളത് കൊണ്ടാണ്.
ഇനി ഇതിൽ നമ്മൾ ആദ്യം ചെയ്യുന്നത് എന്താണ്? ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ടു ബി ക്രെഡിറ്റഡ്. എത്ര രൂപയാണ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ നമ്മൾ ക്രെഡിറ്റ് ചെയ്യേണ്ടിയിരുന്നത്? ടു ബി ക്രെഡിറ്റഡ്. ശരിക്കും ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എത്ര രൂപയാണ് നമ്മൾ ക്രെഡിറ്റ് ചെയ്യേണ്ടിയിരുന്നത്? എത്ര രൂപയാണ്? റമീസിന്റെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ 3000 രൂപയും സഹീറിന്റെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ 6000 രൂപയും. അപ്പൊ നമ്മൾ അത് ഇവിടെ എഴുതി 3000 രൂപ ക്രെഡിറ്റ് ചെയ്യണം. ഇവിടെ എന്ത് ചെയ്യണം? 6000 രൂപ ക്രെഡിറ്റ് ചെയ്യണം. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിലാണ് റെക്കോർഡ് ചെയ്യുക. ആ ക്രെഡിറ്റ് സൈഡിൽ റമീസിന്റെ 3000ഉം സഹീറിന്റെ 6000ഉം നമുക്ക് റെക്കോർഡ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. അപ്പൊ നമ്മൾ ചെയ്യേണ്ടിയിരുന്നത് ഇത് രണ്ടും ക്രെഡിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ അല്ലേ? ഇനി എന്ത് ചെയ്യുന്നു? എമൗണ്ട് ആക്ച്വലി ക്രെഡിറ്റഡ് ബൈ വേ ഓഫ് ഷെയർ ഓഫ് പ്രോഫിറ്റ്. നമ്മൾ ഇപ്പൊ അവർക്ക് എത്ര രൂപ ശരിക്ക് ക്രെഡിറ്റ് ചെയ്തിട്ടുണ്ട് ഓരോരുത്തർക്കും? പ്രോഫിറ്റിന്റെ ഷെയർ ക്രെഡിറ്റ് ചെയ്യാണ് ചെയ്യുക അല്ലെ? പ്രോഫിറ്റിന്റെ ഷെയർ ആയിട്ട് എത്ര രൂപ ക്രെഡിറ്റ് ചെയ്തിട്ടുണ്ട്? 4500 രൂപയാണ് തോന്നുന്നു. ഓക്കെ. റമീസിന് 4500ഉം സഹീറിന് 4500ഉം. അപ്പൊ രണ്ടുപേരുടെ അക്കൗണ്ടിലും 4500 വെച്ച് ക്രെഡിറ്റ് ചെയ്തിട്ടുണ്ട്. 3000 റമീസിന് കൊടുക്കണമായിരുന്നു ശരിക്ക്. പക്ഷെ കൊടുത്തത് എത്ര രൂപയാണ്? 4500 രൂപയാണ്. സഹീറിന് 6000 കൊടുക്കണമായിരുന്നു. കൊടുത്തത് എത്ര രൂപയാണ്? 4500 രൂപയാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഇതിന്റെ നെറ്റ് ഇഫക്റ്റ് ഈ ട്രാൻസാക്ഷന്റെ എത്രയാണെന്നുള്ളത് നമുക്കൊന്ന് കണ്ടുപിടിക്കാം. അഡ്ജസ്റ്റ്മെന്റ്സ് ഇവിടെ എത്ര രൂപയാണ്? 1500 രൂപ. 3000 രൂപ ക്രെഡിറ്റ് ചെയ്യേണ്ടടുത്ത് 4500 രൂപ ക്രെഡിറ്റ് ചെയ്തു അല്ലെ? അപ്പൊ ഇവിടെ എന്താണ്? 1500 രൂപ ഡെബിറ്റ് ചെയ്യണം. 1500 രൂപ ക്രെഡിറ്റ് കൂടുതലല്ലേ കിടക്കണത്? 3000 രൂപയാണ് ആകെ റമീസിന് കൊടുക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നുള്ളൂ. പകരം നമ്മൾ എത്ര രൂപ കൊടുത്തു? 4500 രൂപ കൊടുത്തു. അപ്പൊ അയാൾ 1500 രൂപ നമുക്ക് ഇങ്ങോട്ട് തരില്ലേ വേണ്ടത്? കൂടുതൽ കൊടുത്തിട്ടുള്ള ക്രെഡിറ്റ് ആണ്. നമുക്കറിയാം ഒരു ക്രെഡിറ്റ് കൂടി കഴിഞ്ഞാൽ അത് കുറയ്ക്കാനായിട്ട് നമ്മൾ എന്താ ചെയ്യുക? ഡെബിറ്റ് ആണ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ എന്ത് ചെയ്യണം? 1500 രൂപ നമ്മളിവിടെ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. അതേസമയം സഹീറിന്റെ കേസിൽ നോക്കി നോക്കിയേ, 6000 രൂപ കിട്ടേണ്ട സഹീറാണ്. എത്ര രൂപയാണ് സഹീറിന് കിട്ടിയിരിക്കുന്നത്? 4500 രൂപ കിട്ടിയിട്ടുള്ളൂ. പാവമായി അല്ലേ? അയാൾക്ക് 1500 രൂപ കുറവാണ് കിട്ടിയിരിക്കുന്നത്. അപ്പൊ നമ്മൾക്ക് ഇനി സഹീറിന്റെ അക്കൗണ്ടിലേക്ക് 1500 രൂപ എന്ത് ചെയ്ത് കൊടുക്കണം? ക്രെഡിറ്റ് കൊടുക്കണം. ഇപ്പൊ നോക്കി നോക്കിയേ, 1500 രൂപ റമീസിൻ്റെത് ഡെബിറ്റ് ചെയ്യാനും 1500 രൂപ തന്നെ സഹീറിൻ്റെത് ക്രെഡിറ്റ് ചെയ്യാനുമാണ് നമ്മൾ പഠിച്ചത്. ആണല്ലോ? അപ്പൊ ഇത് വെച്ച് നമുക്ക് ഇവിടെ എന്ത് കിട്ടും? ഒരു ജേർണൽ എൻട്രി കിട്ടും. എങ്ങനെ കിട്ടും? റമീസിനെ ഡെബിറ്റ് ചെയ്യണം. റമീസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെപ്റ്റർ 1500 രൂപ. പിന്നെ ആരെ ക്രെഡിറ്റ് ചെയ്യണം? സഹീറിന്റെ ക്യാപിറ്റൽ അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്യണം. അപ്പൊ എന്താണ്? സഹീസ് ക്യാപിറ്റൽ അക്കൗണ്ട് 1500. എന്താണിത്? അഡ്ജസ്റ്റ്മെന്റ്സ് ഫോർ ഒമിഷൻ ഓഫ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. മനസ്സിലായോ എങ്ങനെയാണ് ചെയ്തത് എന്നുള്ളത്? ഒന്നുമില്ല, റമീസിന് ശരിക്കും 3000 കിട്ടേണ്ടിയിരുന്നു. അതിന് പകരം അയാൾക്ക് എത്ര രൂപ കിട്ടി? 4500 രൂപ ക്രെഡിറ്റ് കിട്ടി. 3000 ക്രെഡിറ്റ് ചെയ്യണതിന് പകരം 4500 ക്രെഡിറ്റ് ചെയ്തു. അപ്പൊ ഇവിടെ 1500 രൂപ കൂടുതൽ ക്രെഡിറ്റ് ചെയ്തിട്ടുണ്ട് അല്ലെ? ഇവിടെയാണെങ്കിലോ 6000 കിട്ടേണ്ടടുത്ത് കിട്ടിയത് 4500 രൂപ. അപ്പൊ ഇവിടെ 1500 രൂപ കുറവാണ് ക്രെഡിറ്റ് ചെയ്തിരിക്കുന്നത് അല്ലെ? ഇവിടുത്തെ കൂടുതൽ ക്രെഡിറ്റ് കുറയ്ക്കാൻ 1500 രൂപ എന്ത് ചെയ്താൽ മതി? ഡെബിറ്റ് ചെയ്താൽ മതി. ഇവിടെ ക്രെഡിറ്റ് കുറവാണ്. അപ്പൊ ആ കുറവുള്ള എമൗണ്ട് അങ്ങോട്ട് ക്രെഡിറ്റ് ചെയ്ത് കൊടുത്താൽ മതി. 1500 രൂപ ക്രെഡിറ്റ് ചെയ്ത് കൊടുത്തു. അപ്പൊ ഇവിടെ നമുക്ക് ഒരു ഡെബിറ്റും ഒരു ക്രെഡിറ്റും കിട്ടി. ഡെബിറ്റ് കൊടുത്തത് ആർക്കാണ്? റമീസിന്റെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക്. ക്രെഡിറ്റ് കൊടുത്തത് ആർക്കാണ്? സഹീറിന്റെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക്. ഇതാണ് നമ്മുടെ എന്ത് എൻട്രി എന്ന് പറയുന്നത്? അഡ്ജസ്റ്റ്മെന്റ് എൻട്രി എന്ന് പറയുന്നത്. ഓക്കെ, നേരത്തെ ഇല്ലസ്ട്രേഷൻ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവും അല്ലേ? അതിൽ നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ട് വെച്ചിട്ട് എങ്ങനെയാണ് എറർ റെക്ടിഫൈ ചെയ്യുന്നത് എന്നുള്ളത് പഠിച്ചു. അതുപോലെ സ്റ്റേറ്റ്മെന്റ് വെച്ചിട്ടുള്ളതും പഠിച്ചു. ഇനി അടുത്തൊരു ഇല്ലസ്ട്രേഷൻ കൂടി നമുക്കൊന്ന് നോക്കാം. A, B and C are partners in a firm with capitals of rupees 1 lakh, rupees 80,000 and rupees 60,000 respectively. എയും ബിയും സിയും ആണ് പാർട്ട്നേഴ്സ്. അവർ 1 ലക്ഷം രൂപയാണ് എയുടെ ക്യാപിറ്റൽ, 80,000 രൂപയാണ് ബിയുടെ ക്യാപിറ്റൽ, 60,000 രൂപയാണ് സിയുടെ ക്യാപിറ്റൽ. The net profit for the year ended March 31st, 2020 was rupees 60,000. നെറ്റ് പ്രോഫിറ്റ് എത്ര രൂപയാണ്? 60,000 രൂപയാണ്. ആൻഡ് ദി സെയിം വാസ് ഡിസ്ട്രിബ്യൂട്ടഡ് എമംഗ് ദം in their agreed ratio of 3:1:1. 3:1:1 എന്നുള്ള അവരുടെ agreed ratioയിൽ ഈ 60,000 രൂപ നെറ്റ് പ്രോഫിറ്റ് അവർ ഡിവൈഡ് ചെയ്ത് കൊടുക്കുകയും ചെയ്തു എന്ന് മാർച്ച് 31st.
It was subsequently discovered that the under-mentioned transactions were not recorded in the books. താഴെ പറയുന്ന ട്രാൻസാക്ഷൻസ് ഒന്നും ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ റെക്കോർഡ് ചെയ്തിട്ടില്ല എന്നുള്ളത് പിന്നീടാണ് നമ്മൾ മനസ്സിലാക്കിയത്. അതായത് ഈ പ്രോഫിറ്റ് ഒക്കെ ഷെയർ ചെയ്ത് അതൊക്കെ ഡിസ്ട്രിബ്യൂഷൻ ഒക്കെ കഴിഞ്ഞ ശേഷമാണ് ഈ പറഞ്ഞ ഐറ്റംസിൽ നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, ഐറ്റംസിനെ റെക്കോർഡ് ചെയ്തിട്ടില്ല എന്ന് മനസ്സിലാക്കിയത്. എന്തൊക്കെയാണ് ഐറ്റംസ്? ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അറ്റ് ദി റേറ്റ് ഓഫ് 5%, 5% ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കൊടുത്തിട്ടില്ല. പിന്നെന്താണ്? ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എമൗണ്ടിങ് ടു rupees 700, B rupees 500, C rupees 300. മൂന്ന് പേർക്കും ഇത്രയും ഈ ഒരു എമൗണ്ട് 700, 500, 300 വെച്ചിട്ട് ഡ്രോയിങ്സിന്റെ ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടിയിരുന്നത് അതും എന്ത് ചെയ്തിട്ടില്ല, നമ്മൾ ഡെബിറ്റ് ചെയ്തിട്ടില്ല, റെക്കോർഡ് ചെയ്തിട്ടില്ല. ഇനി പാർട്ട്നേഴ്സിന്റെ സാലറി, അത് മൂന്ന് പാർട്ട്നേഴ്സിനും ഇല്ല, എക്കും ബിക്കും മാത്രമേ ഉള്ളൂ. എക്ക് 1000 രൂപയും ബിക്ക് 1500 രൂപയും പെർ ആനം ആണ്. അപ്പോൾ ഓരോ വർഷത്തേക്കാണ്, വേറെ കാൽക്കുലേഷൻ ഒന്നും അവിടെ ആവശ്യമില്ല. നമ്മളിവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? റെക്കോർഡ് ദി അഡ്ജസ്റ്റ്മെന്റ് എൻട്രി. അഡ്ജസ്റ്റ്മെന്റ് എൻട്രി റെക്കോർഡ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചു. അഡ്ജസ്റ്റ്മെന്റ് എൻട്രി നമ്മൾ എവിടെയാണ് എഴുതുന്നത്? സ്റ്റേറ്റ്മെന്റ് ഫോമിൽ പ്രിപ്പയർ ചെയ്യുമ്പോൾ ക്യാപിറ്റൽ അക്കൗണ്ട് വഴി അഡ്ജസ്റ്റ്മെന്റ് ചെയ്യുമ്പോഴാണ് അഡ്ജസ്റ്റ്മെന്റ് എൻട്രി പാസ് ചെയ്യുന്നത് അല്ലേ? അപ്പോൾ ആ സ്റ്റേറ്റ്മെന്റ് ഫോം പ്രിപ്പയർ ചെയ്തിട്ട് ചെയ്യാനാണ് നമ്മളോട് ആവശ്യപ്പെടുന്നത്. ഇത്രയും ക്ലിയർ ആയോ? ഓക്കെ, ഇനി നമുക്ക് ചെയ്യാനുള്ളത് ആദ്യം തന്നെ എത്രയാണ് ആക്ച്വലി നമുക്ക് ഡിവൈഡ് ചെയ്യേണ്ട നെറ്റ് പ്രോഫിറ്റ് എന്നുള്ളത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് അതൊന്ന് നോക്കാം. നെറ്റ് പ്രോഫിറ്റ് ആഫ്റ്റർ അഡ്ജസ്റ്റ്മെന്റ്സ്. അതിന് വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടത്? ബിഫോർ അഡ്ജസ്റ്റ്മെന്റ്സ് 60,000 രൂപയാണ് ബിഫോർ അഡ്ജസ്റ്റ്മെന്റ് വരുന്നത്. അതായത് ഈ പറഞ്ഞ ഐറ്റം ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യുന്നതിനേക്കാൾ മുന്നേ ഉള്ള പ്രോഫിറ്റ്. ആ പ്രോഫിറ്റിൽ നിന്ന് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കുറയ്ക്കണം, പാർട്ട്നേഴ്സിന്റെ സാലറി കുറയ്ക്കണം, അതിൻ്റെ കൂടെ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ശരിക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ടത് എത്രയാണെന്നുള്ളത് കിട്ടും. ഓക്കെ അല്ലേ? അപ്പോൾ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ആഡ് ചെയ്യണം, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കണ്ടുപിടിക്കണം കേട്ടോ. എത്രയാണ്? എയുടേത് 1 lakhും ബിയുടേത് 80,000ഉം സിയുടേത് 60,000ഉം ആണ്. അതിൻ്റെ എല്ലാം 5%. എത്രയാണ് വരിക? എക്ക് 5000, ബിക്ക് 4000, സിക്ക് 3000 രൂപ. ഓക്കെ, അപ്പോൾ 9,000, 10,000, 12,000 രൂപയാണ് മൊത്തം ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ വരുന്നത്. അപ്പം നമുക്ക് അതൊന്ന് നോക്കി നോക്കാം. നെറ്റ് പ്രോഫിറ്റ് ബിഫോർ അഡ്ജസ്റ്റ്മെന്റ് 60,000 പ്ലസ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് 1500, ഈ മൂന്ന് എമൗണ്ടുകളും കൂടി കൂട്ടിയതാണ് കേട്ടോ അത്. 1500 മൈനസ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എത്ര രൂപയാണ് വരുന്നത്? 12,000 മൈനസ് എന്താണ്? പാർട്ട്നർ സാലറി 1000ഉം 1500ഉം, ഇപ്പോൾ 2500. എത്രയാണ് വരുന്നത്? നോക്കി നോക്കാം. എത്രയാണ്? 47,000 രൂപ. അപ്പോൾ ശരിക്കും നെറ്റ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞ് ഡിവൈഡ് ചെയ്യേണ്ടത് 47,000 രൂപയായിരുന്നു. പകരം ഇവിടെ എത്ര രൂപ ഡിവൈഡ് ചെയ്തു? 60,000 രൂപ ഡിവൈഡ് ചെയ്തു. അപ്പോൾ കൂടുതലാണ് അവർക്ക് ഡിവൈഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് അല്ലേ? നമുക്കിനി നോക്കാം. ഒരു സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്തിട്ട് സെയിം പ്രോബ്ലം ആണ് കേട്ടോ ഇവിടെ. സ്റ്റേറ്റ്മെന്റിന് അറിയാം, 3 പാർട്ട്നേഴ്സിനും ഓരോ കോളം എ, ബി ആൻഡ് സി. ആദ്യം റെക്കോർഡ് ചെയ്യേണ്ടത് എന്താണ്? ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ആണ്. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എത്ര രൂപയായിരുന്നു? എക്ക് 5000 രൂപ, ബിക്ക് 4000 രൂപ, സിക്ക് 3000 രൂപ. അപ്പോൾ അത് നമുക്ക് ഇവിടെ പ്രൊവൈഡ് ചെയ്യാം. 5000 രൂപ എത്ര രൂപ ക്രെഡിറ്റ് ചെയ്യേണ്ട എമൗണ്ട് ആണ് പറയുന്നത് അല്ലേ? ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ക്രെഡിറ്റ് ചെയ്യേണ്ട ആയിട്ടാണ്. അപ്പോൾ 5000 ക്രെഡിറ്റ് ചെയ്യണം, ഇവിടെ 4000 ക്രെഡിറ്റ് ചെയ്യണം, ഇവിടെ 3000 ക്രെഡിറ്റ് ചെയ്യണം. ഇതായിരുന്നു ചെയ്യേണ്ടിയിരുന്നത്. എന്നാൽ ഇത് നമ്മൾ എന്ത് ചെയ്തിട്ടില്ല. ഇനി അടുത്തത് ചെയ്യേണ്ട ആയിട്ട് ഏതായിരുന്നു? ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ആണ്. അത് ക്രെഡിറ്റ് അല്ല, എന്ത് ചെയ്യേണ്ടത്? ഡെബിറ്റ് ആണ് ചെയ്യേണ്ടത്. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ടു ബി ഡെബിറ്റഡ്. എത്ര രൂപയാണ്? എയുടെ 700 രൂപ ഡെബിറ്റ് ചെയ്യണം, ബിക്ക് 500 രൂപ ഡെബിറ്റ് ചെയ്യണം, സിക്ക് 300 രൂപ ഡെബിറ്റ് ചെയ്യണം. ഇതായിരുന്നു ചെയ്യേണ്ടിയിരുന്നത്. അതും ചെയ്തിട്ടില്ല. ഇനി അടുത്തത് എന്താണ്? പാർട്ട്നേഴ്സിന്റെ സാലറിയാണ്. സാലറി എക്ക് 1000 രൂപയും ബിക്ക് 1500 രൂപയുമാണ് അല്ലേ? അപ്പോൾ നമുക്ക് നോക്കാം. ഇതും ക്രെഡിറ്റ് ചെയ്യണം. സാലറി ആയിട്ട് എത്ര രൂപ ക്രെഡിറ്റ് ചെയ്യണം? ടു ബി ക്രെഡിറ്റഡ് എന്ന് പറഞ്ഞാൽ ക്രെഡിറ്റ് ചെയ്യേണ്ട എമൗണ്ട് ആണ് കേട്ടോ. എത്ര രൂപയാണ്? എക്ക് 1000 രൂപ ക്രെഡിറ്റ് ചെയ്യണമായിരുന്നു, ബിക്ക് 1500 രൂപ ക്രെഡിറ്റ് ചെയ്യണമായിരുന്നു, സിക്ക് പിന്നെ സാലറി ഇല്ല, രക്ഷപ്പെട്ടു. ഓക്കെ, ഇനി നമ്മൾ പ്രോഫിറ്റ് എന്ന് പറഞ്ഞിട്ട് എത്ര രൂപയാണ് ഡിവൈഡ് ചെയ്തത്? 60,000 ആണ്. ശരിക്കും ഡിവൈഡ് ചെയ്യേണ്ടത് എത്ര രൂപയായിരുന്നു? 47,000. ഓർമ്മയില്ലേ നേരത്തെ നമ്മൾ ചെയ്തത്? ആക്ച്വൽ പ്രോഫിറ്റ് 47,000 ആയിരുന്നു. അതാണ് നമ്മൾ കൊടുക്കേണ്ടിയിരുന്നത്. ആക്ച്വൽ പ്രോഫിറ്റ് ടു ബി ക്രെഡിറ്റഡ്. നമുക്ക് ശരിക്കും പ്രോഫിറ്റ് എത്രയാണ് ക്രെഡിറ്റ് ചെയ്യേണ്ടിയിരുന്നത്? എക്ക് 28,200 രൂപ, ബിക്ക് 9,400 രൂപ, സിക്ക് 9,400 രൂപ. 3:1:1 എന്നുള്ള റേഷ്യോയിലാണ് അവർ എന്ത് ചെയ്തിട്ടുള്ളത്? ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇത്രയും എമൗണ്ടുകൾ ശരിക്കും അവരുടെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ വേണമായിരുന്നു. പക്ഷെ ഇത്രയും എമൗണ്ടുകൾ ഉണ്ടോ? ഇല്ല. ഇതിൽ ആദ്യത്തെ 3 ഐറ്റം നമ്മൾ ഒന്നും റെക്കോർഡ് ചെയ്തിട്ടില്ല.
രണ്ടാമത്തെ ഐറ്റം 47,000 ഡിവൈഡ് ചെയ്യുന്നതിന് പകരം കുറച്ച് കൂടുതലാണ് നമ്മൾ അവിടെ ഡിവൈഡ് ചെയ്ത് കൊടുത്തേക്കുന്നത്. എത്രയാണ്? 60,000 ആണ് ഡിവൈഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. 13,000 രൂപ കൂടുതലാണ് ഡിവൈഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് അല്ലേ? എല്ലാവരും കൊടുത്തത് കൊടുത്തു. ഇനി നമുക്കത് എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാന്നുള്ളത് നോക്കാം. ഇവിടെ സ്ഥലം ഇല്ലാത്തതുകൊണ്ടാണ് ഞാനിവിടെ നേരത്തെ ഐറ്റമൊക്കെ അങ്ങനെ തന്നെ സ്റ്റേറ്റ്മെന്റിൽ കാണിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഈ കൊടുക്കേണ്ട എമൗണ്ടുകളൊന്ന് കൂട്ടി നോക്കാം. കൂട്ടുമ്പോൾ ശ്രദ്ധിക്കണം, ക്രെഡിറ്റുകളെല്ലാം ആഡ് ചെയ്തിട്ട് അതിൽ നിന്ന് എന്ത് ചെയ്യണം? ഡെബിറ്റ് കുറയ്ക്കണം കേട്ടോ. അപ്പോൾ 28,200 പ്ലസ് 1000 പ്ലസ് 5000 എത്രയാണ് വരുന്നത് എങ്കിൽ അതിൽ നിന്നാണ് എത്ര കുറയ്ക്കേണ്ടത്? 700 രൂപ കുറയ്ക്കേണ്ടത്. അപ്പോൾ ഇവിടെ എത്ര കിട്ടും നമുക്ക്? നെറ്റ് എമൗണ്ട് ടു ബി ക്രെഡിറ്റഡ് 33,500 രൂപയാണ് എക്ക് ക്രെഡിറ്റ് ചെയ്യേണ്ടിയിരുന്നത്. ബിക്കോ ക്രെഡിറ്റ് ചെയ്യേണ്ടിയിരുന്നത് എത്ര രൂപയാണ്? 14,400 രൂപയാണ് ക്രെഡിറ്റ് ചെയ്യേണ്ടിയിരുന്നത്. സിക്ക് എത്ര രൂപ ക്രെഡിറ്റ് ചെയ്യണമായിരുന്നു? 12,100 രൂപയാണ് ക്രെഡിറ്റ് ചെയ്യേണ്ടിയിരുന്നത്. ഇതൊക്കെ ടു ബി ക്രെഡിറ്റഡ് ആണ്, ക്രെഡിറ്റ് ചെയ്യേണ്ട എമൗണ്ട് ആണ് കേട്ടോ. ഇവിടെ ക്രെഡിറ്റ് എമൗണ്ടുകളാണ് കൂടുതൽ, അതുകൊണ്ടാണ് ഇവിടേക്ക് ക്രെഡിറ്റ് വന്നത്. ഇതിൽ ഡെബിറ്റ് ആണ്, ഇതൊക്കെ കൂടുതലായിരുന്നു, ലോസ് ആയിരുന്നു, ഇതൊക്കെ ഡെബിറ്റ് ആണ് വരിക. അപ്പോൾ ഡെബിറ്റ് ആണ് കൂടുതലെങ്കിൽ ചിലപ്പോൾ ഈ കഥ മാറി ക്രെഡിറ്റും പകരം ഇവിടെ എന്ത് വരുമായിരുന്നു? ഡെബിറ്റ് വരുമായിരുന്നു. ഓക്കെ, നമ്മൾ ഇത്രയും രൂപ എക്കും ബിക്കും സിക്കും ശരിക്കും ക്രെഡിറ്റ് ചെയ്യണമായിരുന്നു. ഇനി ഇപ്പം നമ്മൾ എത്ര രൂപ ക്രെഡിറ്റ് ചെയ്തിട്ടുണ്ട്? എത്രയാണ് ക്രെഡിറ്റ് ചെയ്തത്? 60,000 3:1:1 എന്ന് പറയുന്ന റേഷ്യോയിലാണ് ക്രെഡിറ്റ് ചെയ്തത്. അതായത് എത്രയാണ് വരുന്നത്? 36,000 രൂപ ക്രെഡിറ്റ് ചെയ്തു എക്ക്, ബിക്ക് 12,000, ദെൻ സിക്ക് 12,000. ഇത്രയുമാണ് അവർ എന്ത് ചെയ്തിട്ടുള്ളത്? ക്രെഡിറ്റ് ആക്ച്വലി ചെയ്തിട്ടുള്ളത്. ഇവിടെ നോക്കി നോക്കിയേ, എക്ക് ശരിക്കും 33,500 രൂപ കൊടുത്താൽ മതി, പകരം അയാൾക്ക് എത്ര കിട്ടി? 36,000 കിട്ടി. ബിക്ക് 14,400 കൊടുക്കേണ്ടടുത്ത് കിട്ടിയിട്ടുള്ളത് എത്രയാണ്? 12,000 രൂപയാണ്. 2,400 രൂപ കുറവാണ്. സിക്ക് 12,100 രൂപ കിട്ടേണ്ടിയെടുത്ത് എത്ര രൂപ മാത്രമേ കിട്ടിയിട്ടുള്ളൂ? 12,000 രൂപ മാത്രമേ കിട്ടിയിട്ടുള്ളൂ അല്ലേ? അപ്പോൾ നമുക്ക് എത്ര രൂപ വെച്ച് കിട്ടാനുണ്ട് എന്നുള്ളത് നോക്കാം. അഡ്ജസ്റ്റ്മെന്റ് ആവശ്യമുള്ള എമൗണ്ട് ഇവിടെ 33,500 അയാൾക്ക് കിട്ടേണ്ടിയിരുന്നുള്ളൂ. എന്നാൽ എത്ര രൂപ കിട്ടിയിട്ടുണ്ട്? 36,000 കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 2,500 രൂപ അധികം കിട്ടിയിട്ടുണ്ട് അല്ലേ? അധികം ക്രെഡിറ്റ് വന്നിട്ടുണ്ട് 2,500 രൂപ. ഈ അധികമുള്ള ക്രെഡിറ്റ് കുറയ്ക്കാൻ ഈ 2,500 നമുക്ക് എന്ത് ചെയ്യാം? ഡെബിറ്റ് ചെയ്യാം. അതുകൊണ്ട് എയുടെ അക്കൗണ്ടിൽ 2,500 രൂപ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. ഇവിടെ നോക്കി നോക്കിയേ, 14,400 രൂപ ക്രെഡിറ്റ് കിട്ടേണ്ടടുത്ത് 12,000 രൂപയെ ക്രെഡിറ്റ് കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ 2,400 രൂപ കുറവ് ക്രെഡിറ്റ് ആണ് അല്ലേ? കുറവ് ക്രെഡിറ്റ് കൂട്ടാൻ എന്ത് ചെയ്യുക? ആ 2,400 രൂപ അവിടെ ക്രെഡിറ്റ് ചെയ്ത് കൊടുക്കുക. 2,400 നമ്മളവിടെ ക്രെഡിറ്റ് ചെയ്യുന്നു. ഇവിടെ 12,100 കിട്ടേണ്ടടുത്ത് ഇയാൾക്ക് കിട്ടിയിട്ടുള്ളത് എത്രയാണ്? 12,000 രൂപയാണ്. 100 രൂപയുടെ ഡിഫറൻസ് ആണ് ഉള്ളത്. 100 രൂപ എന്ത് ചെയ്തിട്ടുണ്ട്? കൂടുതൽ ക്രെഡിറ്റ്, കൂടുതൽ എമൗണ്ട് കിട്ടിയിട്ടുണ്ട് അയാൾക്ക്. അപ്പോൾ 12,100 രൂപ കിട്ടേണ്ടടുത്ത് 12,000 കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ 100 രൂപ അയാൾക്ക് കുറവാണ് കിട്ടിയിരിക്കുന്നത്. ആ 100 രൂപ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ ക്രെഡിറ്റ് ചെയ്ത് കൊടുക്കണം. 100 രൂപ ക്രെഡിറ്റ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, ഇപ്പം നോക്കി നോക്കിയേ, എക്ക് 2,500 രൂപ കൂടുതൽ കിട്ടിയ ക്രെഡിറ്റ് കുറയ്ക്കാൻ വേണ്ടി ഡെബിറ്റ് ചെയ്തു. ബിക്ക് 2,400 രൂപ കൂടി ക്രെഡിറ്റ് കിട്ടണം, അതുകൊണ്ട് നമ്മൾ ആ എമൗണ്ട് എന്ത് ചെയ്തു? ക്രെഡിറ്റ് ചെയ്തു. സിക്ക് 100 രൂപ കൂടി കുറവാണ് കിട്ടിയിട്ടുള്ളത്, 100 രൂപയും കൂടി നമ്മൾ എന്ത് ചെയ്തു? ക്രെഡിറ്റ് ആയിട്ട് പ്രൊവൈഡ് ചെയ്തു. ഇനി ഇത് വെച്ച് നമുക്കൊരു അഡ്ജസ്റ്റ്മെന്റ് എൻട്രി ഉണ്ടാക്കാനായിട്ട് പറ്റും. കാരണം ഈ ഇവിടെ 2 ക്രെഡിറ്റും ഒരു ഡെബിറ്റും ആണ് വന്നിരിക്കുന്നത്. എയുടെ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യണം, ബിയുടെ ക്യാപിറ്റൽ അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യണം, സിയുടെ ക്യാപിറ്റൽ അക്കൗണ്ടും ക്രെഡിറ്റ് ചെയ്യണം. അപ്പോൾ അഡ്ജസ്റ്റ്മെന്റ് എൻട്രി നോക്കാം. എസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെപ്റ്റർ 2,500. ഇനി ബിസ് ക്യാപിറ്റൽ അക്കൗണ്ട് എത്രയാണ്? 2,400. ദെൻ സിസ് ക്യാപിറ്റൽ അക്കൗണ്ട് 100. ഓക്കെ, ഇത് രണ്ടും ഈ 2 പേരെ അക്കൗണ്ടുകൾ ക്രെഡിറ്റ് ചെയ്തു. എയുടെ അക്കൗണ്ട് നമ്മൾ എന്ത് ചെയ്തു? ഡെബിറ്റ് ചെയ്തു. ഇതാണ് എന്ത്? അഡ്ജസ്റ്റ്മെന്റ് എൻട്രി ഫോർ ഒമിഷൻ. ഒരുപാട് ഒമിഷൻസ് ഉണ്ട് അല്ലേ ഇതിൽ? ഈ ഒമിഷൻസിനൊക്കെ കൂടിയുള്ള അഡ്ജസ്റ്റ്മെന്റ് എൻട്രി ആണ് പറഞ്ഞത്. മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം. പറ്റാവുന്ന പോലെ മാക്സിമം പറഞ്ഞു തന്നിട്ടുണ്ട്. മനസ്സിരുത്തി നന്നായി കേൾക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക. അപ്പോൾ ഓക്കെ, താങ്ക് യു.